രാവിലെ കുറച്ച് പൂ നിൽക്കുന്നതായിട്ട് ഏതാ പിന്നെ ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇതിലൊരു 5-8 ഉണ്ട് കേട്ടോ ഈ ഒരെണ്ണത്തിൽ. ഇത് കേട്ടല്ലോ, ഇതൊക്കെ ഞാനൊന്ന് കാണിച്ചതാണ്. പൂവോടുകൂടി കാണിച്ചില്ല, എനിക്ക് പൂവെടുക്കാനുള്ള അവസരം കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇത് 2 ഉണ്ട്. ഇതിൽ 5-6 ഉണ്ട് കേട്ടോ. 6 ഉണ്ട് കേട്ടോ. അതെല്ലാം കണ്ടോ, ഇത് കണ്ടോ, ഈ നിശാശലഭങ്ങൾ, ഈ തേനീച്ചയൊക്കെയാണ്. ഇതാണ് പരാഗണം നടത്തുന്നത്. അപ്പം 6 ഇതിൽ. പിന്നെ ഇതിൽ കണ്ടോ, ഈച്ച കണ്ടോ, ഈച്ചയാണ് പരാഗണം നടത്തുന്നത്. അപ്പം ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു അത്ഭുതമല്ലേ. പിന്നെ ഇതിൽ 2 ഉള്ളൂ. ഇവിടെ എല്ലാം കാണുന്നുണ്ടോ എൻ്റെ ദൈവമേ, ഞാനെവിടെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഈ പൂക്കൾ നല്ല മഴയില്ലാഞ്ഞത് കൊണ്ട് ഇതാകുമെന്ന് വിചാരിക്കുക. മഴ കാരണമാണെന്ന് തോന്നുന്നു ഈ ദിവസങ്ങളൊക്കെ പൂവൊന്നും വേണ്ട പോലെ വിരിഞ്ഞതൊക്കെ. ശരിയായില്ലോ അറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും മഴ ഇതിനെ ബാധിക്കില്ലെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ മഴവെള്ളം ഇതിൻ്റെ ഈ സൈഡിൽ മുകളിലല്ലേ വീഴുകയുള്ളൂ, അകത്ത് വീഴുകയല്ല വലുതായിട്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മഴ, പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നതിന് അകത്ത് വെള്ളം വീഴും, തുറന്ന് മുകളിലോട്ടിരിക്കുന്നു. ഇതിങ്ങനെ സൈഡിലോട്ടായതുകൊണ്ട് ഇതിനകത്ത് വെള്ളം, മഴ ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും മഴ വലുതായിട്ട് ഇതിനെ ബാധിച്ച് കാണിയല്ല. അപ്പോൾ ഇതെല്ലാം കായൊന്നും ഇനിയും പറിക്കാനായതില്ല. ഈ ദിവസങ്ങൾ കുറച്ച് കാ കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇതൊന്നും എടുക്കാൻ സാധിച്ചു. ഞാനിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇന്നോ നാളെ അങ്ങ് പോകും കേട്ടോ. സൗകര്യപ്പെട്ട ഇന്ന് തന്നെ പോയെന്നിരിക്കും. അപ്പം ഈ പൂക്കൾ ഇത്രയൊന്നും എടുക്കാൻ സാധിച്ചു. ഇതുവരെയും ഞാൻ ഇത്രയും പൂക്കൾ ഒന്നിച്ച് കണ്ടില്ലായിരുന്നു. ഇപ്പോൾ അനിയൻ പറഞ്ഞ് ഇന്ന് ഒത്തിരി പൂവുണ്ടെന്ന്, അതുകൊണ്ട് പോയെന്ന് എടുത്തത്. അല്ലെ ഞാനിങ്ങോട്ട് ഇത്രയും രാവിലെ ഇറങ്ങിയല്ലേ, ചെറിയ മഴയുണ്ട്. പിന്നെ ഇതിൻ്റെ കായും മനോഹരം, പൂവും മനോഹരം. അപ്പോഴേ ഞാൻ ഒരു TV പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അതിലിരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് വന്ന ചെറിയ മഴയുണ്ട്. പിന്നെ ചെടികളോ അരിയച്ച് പറയുന്നത് ചെടികളോട് എടുത്തേക്കാം കേട്ടോ. ഇത് ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് എരിയും കണ്ട്. പിന്നെ ഇത് ഇവിടെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് അവരുടെ വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് അടുക്കള വശമാണ്. ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഞാൻ പറഞ്ഞ ഒരു മാവുണ്ട്, 1 വർഷത്തേക്ക് ആവശ്യമുള്ള ഭാഗം കിട്ടും കേട്ടോ. അത് പിന്നെ ഇപ്പോഴും അത്യാവശ്യം മാങ്ങയുടെ സിറപ്പൊക്കെ ഇരിപ്പുണ്ട്. ഈ ചെടികളൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സംരക്ഷണം വേണ്ട. ഇതിന് ഞാൻ വന്നാൽ പിന്നെ ഇന്നുവരെ ഇതിനൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിലൊക്കെ ആ വെള്ളം ഒഴിച്ചത് എനിക്കറിയില്ല, ചിലപ്പോൾ ഈ മറവിന്നിരിക്കുന്നതിന് ഒഴിക്കണമായിരിക്കും. ഇതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഇച്ചിരി ഒഴിക്കുമെന്ന് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ കുറച്ച് വളർത്തി നമുക്ക് വലിയ സംരക്ഷണം വേണ്ട, ഇട്ടേച്ച് ധൈര്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാം. പിന്നെ വേണ്ട. അപ്പോൾ ഓക്കെ.